പത്രോസിൻ്റെ 2-ാം ലേഖനം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 5 മുതൽ 12 വരെ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അവ ഇല്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നുവരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളുടെ ജീവിതത്തിൽ അവർ ഉത്സാഹത്തോടെ കൂട്ടിച്ചേർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്നത്. വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ഈ കാര്യങ്ങളാണ് കൂട്ടുവാനുള്ളത്. ഇവിടെ ഒരു ലിസ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഇത് എഴുതിയ കാലത്ത് ബുക്കുകളില്ല, പേനയോ പെൻസിലോ ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം എഴുതുക എന്ന് വച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും കയ്യിലൊരു പേനയോ പെൻസിലോ കാണും. ചർച്ചിൽ പോവുക, പള്ളിയിൽ പോയി പ്രസംഗം കേൾക്കുന്നവർ, അനേക ആളുകൾ അവരുടെ പ്രസംഗ കുറിപ്പുകൾ എഴുതിയെടുക്കാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടാൽ എഴുതിയെടുക്കും. ഒരു ടെലിഫോൺ നമ്പർ ആരെങ്കിലും പറഞ്ഞാൽ അത് എഴുതിയെടുക്കും. ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒരു പേനയും കടലാസും ഉപയോഗിച്ച് എഴുതുക എന്നുള്ളത്. എന്നാൽ ഈ കത്ത് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ കാലത്ത് എഴുത്ത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കുറിച്ചു വച്ചിട്ട് പിന്നീട് അത് നോക്കി പഠിക്കാം, ഓർമ്മിക്കാം എന്ന് കരുതാൻ ന്യായമില്ല. അതുകൊണ്ട് ആളുകൾ ഓർത്തിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ എളുപ്പത്തിൽ ഓർത്തിരിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക ഓർഡറിൽ പറയുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് രൂപത്തിൽ എഴുതുകയോ ചെയ്യും. നമുക്ക് തന്നെ അറിയാമല്ലോ, എഴുത്തും വായനയും അറിയാൻ പാടില്ലാത്ത കുട്ടികളെ ഇംഗ്ലീഷ് അക്ഷരമാല പഠിപ്പിക്കുന്നത് ഒരു പാട്ട് രൂപത്തിലാണ്. കാരണം ഒരു ട്യൂൺ ഉള്ളതുകൊണ്ട് ആ അക്ഷരങ്ങൾ അവർ ഓർത്തിരിക്കും. അതുപോലെ പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ഒരു ലിസ്റ്റ് പറയുകയാണ്. ആ ലിസ്റ്റിൽ ആദ്യത്തെ പടി വിശ്വാസം, പിന്നെ വീര്യം, പിന്നെ പരിജ്ഞാനം. ഇങ്ങനെ ഒരു ക്രമത്തിൽ താൻ പറയുന്നത് കൊണ്ട് ഇത് വായിക്കുന്ന ആളുകൾ അത് ഓർത്തിരിക്കും എന്ന് താൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ഇവയെക്കുറിച്ച് ചിന്തിച്ചതാണ്. വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത എന്നീ കാര്യങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. ഇന്ന് ഭക്തി എന്ന ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഭക്തി എന്ന തർജ്ജമ ചെയ്തിരിക്കുന്ന ഈ വാക്ക് ഇത് എഴുതിയ ഭാഷയിൽ 2 അർത്ഥങ്ങളെ കാണിക്കുന്നതാണ്. ഒന്ന്, ദൈവത്തെ ആരാധിക്കുക, ദൈവം അർഹിക്കുന്നത് ദൈവത്തിന് കൊടുക്കുക. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ പാർട്ട്, മനുഷ്യർക്ക്, കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവർ അർഹിക്കുന്നത് കൊടുക്കുക. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഭക്തി ദൈവത്തോട് നമ്മുടെ കടപ്പാട് നിവർത്തിക്കുന്നത് പോലെ തന്നെ മനുഷ്യരോട് നമ്മുടെ കടപ്പാട് നിവർത്തിക്കുന്നതുമാണ്. ചില ആളുകൾ അവരുടെ മതപരമായ കാര്യങ്ങളിൽ അവർ വളരെയധികം വ്യാപൃതരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആളുകളോട് കൂടെ ജീവിക്കുവാനോ ആളുകളെ സ്നേഹിക്കുവാനോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ അവർക്ക് സമയമില്ല. അത് ഭക്തിയല്ല. പുതിയ നിയമം പറയുന്ന ഭക്തി എന്ന് പറയുന്നത്
ദൈവത്തോടുള്ള ഭക്തി മാത്രമല്ല, ആ ഭക്തി ആ വ്യക്തിയുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ പ്രകടമായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മതഭക്തന്മാരായ അനേക ആളുകളുണ്ടായിരുന്നു. അവർ ദൈവത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം, ദൈവത്തിന് എന്തൊക്കെ കൊടുക്കണം, ഇതിൽ അവർ വലിയ നിഷ്കർഷ പാലിച്ചിരുന്നു. എന്നാൽ അവർക്കുണ്ടായിരുന്ന ഒരു വലിയ കുഴപ്പം, അവരെപ്പോലെ അല്ലാത്ത ആളുകളെ അവർ തുച്ഛീകരിച്ചു. ഞങ്ങൾ വളരെ നല്ല ആളുകളാണ്, എന്നാൽ മറ്റുള്ളവർ അവർ മോശക്കാരാണ്. ഇത് വ്യക്തമാക്കുന്ന ഒരു ഉപമ നമ്മുടെ കർത്താവ് പറഞ്ഞു. ഒരു പരീശനും ഒരു ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയതിനെക്കുറിച്ചുള്ള ഉപമ. പരീശൻ നിന്നുകൊണ്ട് തന്നെത്താൻ പുകഴ്ത്തിയെന്ന് മാത്രമല്ല, ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ എന്നും പറഞ്ഞു. പരീശൻ വിചാരിച്ചത് അവൻ വലിയ ഭക്തനാണെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അവൻ ഭക്തനല്ലായിരുന്നു. അവൻ കപടഭക്തിക്കാരനായിരുന്നു. ഇവിടെ നമ്മുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, ആ സ്ഥിരതയോട് ഭക്തിയും നാം കൂട്ടണം. ഭക്തി ദൈവത്തോടുള്ള നമ്മുടെ അചഞ്ചലമായ സ്നേഹവും, അതുമാത്രമല്ല മനുഷ്യരോട് നമ്മുടെ പെരുമാറ്റം, ഇത് രണ്ടും ഭക്തി എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്നു. 7-ാം വാക്യത്തിൽ അടുത്ത കാര്യം നാം കാണുന്നു. ഭക്തിയോട് സഹോദരപ്രീതി കൂട്ടിക്കൊള്ളുവിൻ. സഹോദരപ്രീതി എന്ന് വച്ചാൽ ഫിലിയോസ് എന്ന പദത്തിൽ നിന്നാണ് ആ വാക്കുണ്ടായിരിക്കുന്നത്. ഈ സഹോദരപ്രീതി ഇതിനു മുമ്പ് പറഞ്ഞ കാര്യത്തോട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ആളുകൾ അവർ ഭക്തരാണ്, അവർ ദൈവത്തോട് സ്നേഹമുള്ളവരാണ് എന്നൊക്കെ പറയുകയും അതേസമയം അവരോടൊപ്പമുള്ള അവരുടെ കൂടപ്പിറപ്പുകളെ, അവരുടെ കുടുംബാംഗങ്ങളെ ഒരു ശല്യമായി കാണുകയും ചെയ്യും. ചിലർ പറയുന്നത് കുടുംബാംഗങ്ങൾ അവരാണ് എൻ്റെ ആത്മീക ജീവിതത്തിന് ഏറ്റവും വലിയ തടസ്സമെന്നാണ്. പത്രോസ് അപ്പോസ്തലൻ അതല്ല ഇവിടെ പറയുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം, നമ്മുടെ സഹോദരന്മാരോട് ഉള്ള ഉത്തരവാദിത്വം, നമ്മുടെ സഹോദരിമാരോടുള്ള ഉത്തരവാദിത്വം, അത് ചെയ്യുന്നതാണ് ഭക്തി. അതുണ്ടായിരിക്കണം. അല്ലാതെ നമ്മുടെ സഹോദരനെയോ സഹോദരിയോ ഒരു ബാധ്യതയായി, ഒരു ശല്യമായി, നമ്മുടെ ആത്മീക ജീവിതത്തിനൊരു തടസ്സമായി കാണുന്നവർ, അവരല്ല യഥാർത്ഥ ദൈവമക്കൾ. അങ്ങനെ ഒരു ജീവിതമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സഹോദരൻ്റെ ആവശ്യം അറിയുക, സഹോദരനെ സ്നേഹിക്കുക, അവൻ്റെ ആവശ്യങ്ങളിൽ അവനെ സഹായിക്കുക. അല്ലാതെ അവരെ ഒരു ബാധ്യതയായി കാണുന്നത് ഒരിക്കലും ശരിയല്ല. സഹോദരപ്രീതിക്ക് ശേഷം പത്രോസ് അപ്പോസ്തലൻ പറയുന്നു സ്നേഹവും സഹോദരപ്രീതിയും ഒരു കാര്യമായിരുന്നെങ്കിൽ താൻ ഇത് 2 വാക്കുകൾ കൊണ്ട് വിവരിക്കുകയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ രണ്ടും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹോദരപ്രീതി അല്ല സ്നേഹം. സഹോദരപ്രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പുകളോട്, നമ്മോടൊപ്പമുള്ള ആളുകളോട് തോന്നേണ്ട സ്നേഹം. കൂട്ടുകാരോട് നമുക്കിഷ്ടം തോന്നും. നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നു, നമുക്കിഷ്ടമുള്ള പല സ്വഭാവങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് നാം അവരെ ഇഷ്ടപ്പെടുന്നു, അവരോട് കൂട്ടുകൂടുന്നു. എന്നാൽ ഇതൊന്നുമല്ല സ്നേഹം. സ്നേഹം എന്ന് വച്ചാൽ അതിനുവേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗപ്പെ എന്നാണ്. പല ആളുകളും പറയാറുണ്ട്, ആ വാക്ക് സ്നേഹമെന്ന് തർജിമ ചെയ്യാതെ അഗപ്പെ എന്ന് തന്നെ എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. കാരണം ആ വാക്കിന് നാം സാധാരണ ഉപയോഗിക്കുന്ന സ്നേഹം എന്ന വാക്കിനേക്കാൾ വളരെ അധികം അർത്ഥവ്യാപ്തിയുണ്ട്. നമുക്കറിയാം, പല ആളുകളും എനിക്ക് സ്നേഹമാണ് എന്ന് പറയും, എനിക്ക് ആ ആളോട് സ്നേഹമാണ് എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു പുരുഷനും സ്ത്രീയും, ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും, അവർ തമ്മിൽ സ്നേഹമാണ്
എന്ന് നാം പറയും. എന്തുകൊണ്ടാണ് ആ പുരുഷൻ ആ സ്ത്രീയെ ഇഷ്ടപ്പെടുന്നത്? നാം അത് കിഴിഞ്ഞ് ചിന്തിച്ചാൽ പലപ്പോഴും സ്വാർത്ഥമായ താല്പര്യങ്ങളാണ് അതിൻ്റെ പുറകിലുള്ളത്. ഒരു വളരെ ലളിതമായ ഉദാഹരണം ഞാൻ പറയാം. വളരെ സുന്ദരിയായ ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ കണ്ടു. അവൻ അവളെ ഇഷ്ടപ്പെട്ടു. അവൻ പറയുകയാണ്, എനിക്ക് അവളോട് സ്നേഹമാണെന്ന്. വാസ്തവത്തിൽ അത് സ്നേഹമാണോ? ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളുടെ സൗന്ദര്യം അതെനിക്ക് വേണം എന്ന സ്വാർത്ഥമായ ചിന്തയാണ് അവനുള്ളത്. അതിനെ അവൻ സ്നേഹമെന്ന് വിളിക്കുകയാണ്. അത് വാസ്തവത്തിൽ സ്നേഹമല്ല, സ്വാർത്ഥതയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു വികാരം മാത്രമാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആത്യന്തികമായ നന്മയ്ക്കു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. ആ വ്യക്തിയുടെ പ്രതികരണം എന്തു തന്നെയായാലും ആ വ്യക്തിയുടെ ആത്യന്തികമായ നന്മയ്ക്കു വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് സ്നേഹം. അതാണ് അഗപ്പെ. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു കോടതിയിൽ വളരെ ദാരുണമായൊരു സംഭവം നടന്നു. ആ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു യുവ അഡ്വക്കേറ്റ് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു അഡ്വക്കേറ്റിനെ, അവരൊരു സ്ത്രീയായിരുന്നു, അവരെ കുത്തിക്കൊന്നു. കോടതിയിൽ വെച്ച് തന്നെയാണ് താൻ അത് ചെയ്തത്. അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്? അതിനയാൾ പറഞ്ഞ മറുപടി നമ്മയൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ്. അയാൾ പറഞ്ഞു, എനിക്ക് അവളോട് സ്നേഹമായിരുന്നു, ഞാൻ അവളെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം അവളോട് പ്രകടിപ്പിച്ചു, പക്ഷേ അവൾ സമ്മതിച്ചില്ല, ഞാൻ അവളെ കൊന്നു. എനിക്ക് അവളോട് സ്നേഹമായിരുന്നു. അയാൾക്ക് വാസ്തവത്തിൽ സ്നേഹമായിരുന്നു? തീർച്ചയായും അല്ല. എനിക്ക് ലഭിക്കണം എന്ന അമിതമായ ആഗ്രഹം, സ്വാർത്ഥമായ ആഗ്രഹം, അതുമാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. എനിക്ക് ലഭിക്കില്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ട എന്ന സങ്കുചിത മനോഭാവം. മറ്റേ വ്യക്തിയുടെ ഇഷ്ടമോ അനിഷ്ടമോ എനിക്ക് വിഷയമല്ല, എൻ്റെ കാര്യം നടക്കണം എന്ന സ്വാർത്ഥത, അതിനെയും അയാൾ വിളിക്കുന്നത് സ്നേഹമെന്നാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സ്നേഹമെന്ന വാക്കിന് ഇന്ന് ആളുകൾ കൊടുക്കുന്ന അർത്ഥം വളരെ വികലമാണ്. ബൈബിൾ പറയുന്ന സ്നേഹം, അഗപ്പെ, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം നോക്കിയപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല അവിടെ വായിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടപ്പെടില്ല, കാരണം മനുഷ്യൻ്റെ പാപ സ്വഭാവം ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. ദൈവത്തിന് വെറുപ്പാണ് തോന്നുക. എന്നാൽ ആ വെറുപ്പിനുപരിയായി ദൈവം ഈ ലോകത്തിലുള്ള മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കുവാൻ തീരുമാനിച്ചു. സ്നേഹം ഒരു തീരുമാനമാണ്. രണ്ടാമത്, ഈ ലോകത്തിലുള്ള എല്ലാവരും ആ സ്നേഹത്തെ ആദരിക്കുകയോ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആളുകളുടെ പ്രതികരണത്തെ ആശ്രയിച്ചല്ല ദൈവത്തിൻ്റെ സ്നേഹം നിലനിൽക്കുന്നത്. അവർ അതിനെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. പലപ്പോഴും നാം ആളുകളെ ഇഷ്ടപ്പെട്ടിട്ട് അവരോട് സ്നേഹമാണെന്ന് പറയും. എന്നാൽ നമുക്കിഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ആളുകളെ മനഃപൂർവമായി സ്നേഹിക്കുക, അതാണ് ക്രിസ്തീയ സ്നേഹം. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഈ പല കാര്യങ്ങളിൽ ഏറ്റവും അവസാനം പറയുന്നത് സ്നേഹമാണ്. എന്നുവച്ചാൽ ഇതൊരു പടിയാണ്. വിശ്വാസം ആദ്യത്തെ പടി, പിന്നീട് വീര്യം, അതിൽ നിന്ന് പരിജ്ഞാനം, പരിജ്ഞാനത്തിൽ നിന്ന് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തിൻ്റെ മുകളിൽ സ്ഥിരത,
അതിൻ്റെ മുകളിൽ സഹോദരപ്രീതി, അതിൻ്റെ മുകളിൽ സ്നേഹം. ഇങ്ങനെ പടിപടിയായി ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളർച്ചയെപ്പറ്റിയാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. അവ വർദ്ധിക്കുന്നുവെങ്കിൽ. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഈ കത്ത് വായിക്കുന്നവർ പറയുമായിരിക്കും. പക്ഷേ അതല്ല പത്രോസ് അപ്പോസ്തലൻ അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. താൻ അവരോട് പറയുന്നു, ഇത് നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. ഇത് നിങ്ങൾക്കുണ്ടാകണം, ഇത് വർദ്ധിക്കണം എന്ന് വച്ചാൽ ഇത് ഒരിക്കൽ ഉണ്ടായ ഒരു സംഭവമല്ല, മറിച്ച് തുടർമാനമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളാണ്. എനിക്ക് പണ്ട് വിശ്വാസമുണ്ടായിരുന്നു, അതുപോരാ, വിശ്വാസം ഇപ്പോഴും വേണം, അത് വർദ്ധിക്കുകയും വേണം. വീര്യം അങ്ങനെ തന്നെ. പരിജ്ഞാനം അതും ഉണ്ടായിരിക്കണം, വർദ്ധിക്കണം. ഇന്ദ്രിയജയം അത് വർദ്ധിക്കണം. സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം ഇവയെല്ലാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷണം എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസം മൂലം ദൈവ മക്കളായി തീരുവാൻ ഉള്ള അവകാശമാണല്ലോ സുവിശേഷം. അങ്ങനെ ദൈവമക്കളായി തീർന്ന്, സൗജന്യമായി ദൈവമക്കളായി തീർന്ന ആളുകൾ, അവർ യഥാർത്ഥമായി ദൈവമക്കളായെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ കാണും. ജീവൻ്റെ ലക്ഷണം അവർ പ്രകടിപ്പിക്കും. അതാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. പ്രിയ സുഹൃത്തേ, താങ്കൾ തിരിഞ്ഞ് താങ്കളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടായിരുന്നു എന്നല്ല, ഇപ്പോൾ വിശ്വാസമുണ്ടോ? അത് വർദ്ധിക്കുന്നുണ്ടോ? വീര്യം ഉണ്ടായിരുന്നോ എന്നല്ല, ഇപ്പോഴുണ്ടോ? അത് വർദ്ധിക്കുന്നുണ്ടോ? പരിജ്ഞാനം പണ്ടുണ്ടായിരുന്നു, അല്ല, ഇപ്പോഴുണ്ടോ? അത് വർദ്ധിക്കുന്നുണ്ടോ? സ്ഥിരത, ഇന്ദ്രിയജയം, ഈ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴുണ്ടോ? വർദ്ധിക്കുന്നുണ്ടോ? ഭക്തി അത് വർദ്ധിക്കുന്നുണ്ടോ? സഹോദരപ്രീതി, സ്നേഹം, ആ കാര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ വളരുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വളരുന്നില്ല എന്നൊരവസ്ഥയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗമിക്കാതിരിക്കുക എന്നൊരവസ്ഥയില്ല. ഒന്നുകിൽ നിങ്ങൾ വളരുന്നു, പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധോഗതിയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരിക്കലും സ്റ്റാഗ്നേറ്റായി ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല. എന്ന് നിങ്ങളുടെ വളർച്ച മുരടിക്കുന്നുവോ, അന്ന് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം താഴേക്ക് പോകാൻ ആരംഭിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങൾ ഇവിടെ ഒരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, അത് വർദ്ധിച്ചു കൊണ്ടിരിക്കണം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വിശ്വാസത്താൽ ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. സൗജന്യമായ രക്ഷ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. എന്നാൽ ഞങ്ങൾ അവിടുത്തെ മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കാര്യങ്ങളിൽ ഞങ്ങൾ ക്രമാനുഗതമായി വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.